ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പെടുക്കാൻ വന്നതാണ്. അതിൻ്റെ സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ ഒരു ദിവസം സമാധാനത്തിലൊന്ന് നിൽക്കാൻ വിചാരിച്ചങ്ങനെ വന്നതാണ് കേട്ടോ, നോമ്പ് തുറന്നിട്ട് പോവാച്ചിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ റിനോനെ വിളിച്ച് വരുത്തിട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് കാണാം. കുപ്പിയിലേ അപ്പൊ നോമ്പ് തുറക്കാല്ലേ ഈത്തപ്പഴൊക്കെ റീന് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇതായിരുന്നടി യോ ഗൈസ്. ഉമ്മാക്ക് ആയുസും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ ഗൈസ്. ഈത്തപ്പഴം കൊടുക്കണേ. എവിടെ പെണ്ണ്? ശുണ്ടടി പെണ്ണ് എവിടെ? കാണാന് പൂജയായിട്ട് എവിടെ രീതിന്റെ കുട്ടി? എവിടെ രീതിന്റെ കുട്ടി? അപ്പൊ ഗൈസ് പത്തിരിപ്പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പത്തിരിപ്പണി പത്തിരി കുറെ പരത്തിക്കണം. ഉണ്ടാണ് പ്രിൻസിയാണ് പരത്തിക്കണത്. പ്രിൻസിയാക്ക് പത്തിരി തന്നെ വേണം. ചോറൊക്കെ അറിയുമ്പോൾ കേൾക്കാൻ വെച്ചാൽ ഇങ്ങനെയല്ല പത്തിരി പരത്തുക. ഞാൻ കാണിച്ചു തരാം. അടുക്കി ഞാൻ പരത്തിത്തരാം. പത്തിരിക്ക് വരുത്താവുന്ന തട്ടിക്കൂടെ കട്ടി പത്തിരി ഇങ്ങോട്ട് നോക്കാൻ ഒരു കട്ടി മക്കളെ കാണിച്ചേ. ഒരു കവർ എടുത്തുകൊണ്ട് അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിരിക്കണേ. ഒലിഞ്ഞോട് പറയാതെ പത്തിരിപ്പണി വന്നിരിക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടെടുക്കുക, വെക്കുക, കവർ വെക്കുക, അമർത്തുക ഗൈസ്. ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ തിരിച്ചിടുക. അമർത്തലിങ്ങനെ. ഓ ഇങ്ങോട്ട് നോക്കി കണ്ടാ. അപ്പുറത്തെ അമിതാത്താനെ വരെ കാണാം. അമിതാത്തപ്പോൾ നിസ്കരിച്ചു കണ്ടോ. ജാതി നൈസ് പറ്റില്ല. നൈസ് എന്നൊക്കെ ഒന്നും അറിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കളി. അത് ഗുണമായി. അല്ല ഒരു ഹോട്ടലിലുള്ളത് എടുത്തോണ്ടി. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരത്തി നോക്കൂ ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. അമർത്തുക. തിരിച്ചട് വെക്കുക. അമർത്തുക. പലകമ്മലൊന്നും പരത്തണ്ട. ചാൻ്റോടൊക്കെ പലകമ്മലും പരത്തിട്ടോ. കാരണം ഈ ബുദ്ധി ഞാൻ അവിടെ ഉപയോഗിച്ചില്ല. അതെല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കൂല. ടൈമിനോ കണ്ടോ ഈ എൻ്റെ നോക്കാം. അത് അപ്പം അങ്ങനെ ആ കവറ് ഞാൻ പറഞ്ഞെടുത്തു. കുട്ടിക്ക് കളിച്ചാൻ കൊടുക്കണ്ട. ഈ റിൻസിയാന്റെ പണിയാണേ. അതിലും വലിയ എങ്ങനെയാണ്? ഒരൊറ്റ അമർത്തല്. ഒന്നൊറ്റ അമർത്തല്. വലിയ ഉറവല്ലേ? അത് യൂട്യൂബിൽ കണ്ടത്. യൂട്യൂബിൽ കണ്ടതാ? കൊടുത്തോ? ആരും കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ആരാ കൊടുക്കല്? പത്തിരി കല്ലൊക്കെ കൊടുക്കുന്നത്. പുതിയ പത്തിരി കല്ല് വാളെ എന്നാട് പഴയതർക്കല നമ്മളതിമ്മ ചൂടല്ലോ. അപ്പൊ മോമോസ് ഉണ്ടാക്കണം. ചിക്കൻ മോമോസ്. അപ്പൊ ചിക്കൻ ഇട്ടിക്കണേ. അല്ല, വെളുത്തുള്ളി 3 വെളുത്തുള്ളി, ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി. കൈസ് കണ്ട കൈസ് ഇതടിയിലിട്ടിക്കണം കേട്ടോ. എന്താ നോക്കണ്ട, മൈദ കുഴച്ചതാണ് മോമോസൊക്കെ ഉള്ളത്. 3 അല്ലി വെളുത്തുള്ളിയും ഈ കാണുന്ന ഇഞ്ചി. ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്. ഇതൊന്നും കൂടെ ഇല്ല. 3 അല്ലി വെളുത്തുള്ളി, 1 അല്ലി ഇഞ്ചി, 1 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 അല്ല
കൂടെ പൊട്ടിച്ചിട്ട് പാടും എടുക്കണില്ല എന്റെ കുട്ടീനെ ആടും എടുക്കണില്ല കുടിച്ചാ ഇല്ല കുടിച്ച വിലയില്ലാത്ത ചിക്കൻ പീസ് ഒരു 5-6 പീസ് എടുത്തിട്ട് ചിക്കൻ മോമോ ഉണ്ടാക്കാനുള്ള ചിക്കൻ അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ വെളുത്തുള്ളി ഇഞ്ചി സംഭവം അരച്ചെടുത്തിക്കണേ. വലിയുള്ളി കുനുകുന അരിഞ്ഞ് വെച്ചിക്കണേ. അതിനുള്ള ചപ്പാത്തിക്കുള്ള ഈ സംഭവം എന്താ പറയുക മൈദ. പിന്നെ നമ്മൾ സോയാ സോസ്, പെപ്പർ പൗഡർ, സോൾട്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുക ഗൈസ്. വാവ്. ഇതിൽ നമ്മൾ സവാള ഗിരിഗിരി ഇട്ട് കൊടുക്കുക. ഇറക്കണ്ടായിക്കോട്ടെ അല്ലേ? എന്താ ഒക്കെ കൂടെ ഒപ്പാണ് വേവിക്കണത്. ചിക്കൻ ആദ്യം വേവിക്കണത്. നമ്മൾ സോയാ സോസ് പിന്നൊരു മൂടി. ഇത്ര മതി. സോയാ സോസ് ഇട്ട് கொஞ்சம் മിക്സ് பண்ணுங்க. ഇത് നല്ല മിക്സ് ആക്കിയിട്ട് കാണിച്ചു കേട്ടോ. കട്ടായിക്കണം, നല്ല മിക്സ് ആക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സാധനം സെറ്റാണ്. നമ്മളീ മാവ് പരത്തിയെടുക്കട്ടോ. അപ്പോൾ കുറച്ച് മൈദ ഇങ്ങനെ ഈ പരത്തിനോർത്ത് തട്ടിയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സംഭവം എടുക്കുക. ഈ പാത്രം കണ്ടിട്ട് ആരും നോക്കണ്ട, മറ്റേ പാത്രമാണിത്. അതിന് കുറച്ച് ചെമ്പല്ലേ, ചെമ്പിൻ്റെ പാത്രമാണ്. മാവ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ ഗൈസ്. ഇങ്ങനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 വട്ട് മുറിച്ചത് അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഞങ്ങൾ മെഷീൻ വെക്കുക, അമർത്തുക, എന്നിട്ട് എടുക്കുക. അങ്ങനെ കിട്ടിയ ഗൈസ് ഇത് നമുക്ക് സവാള ഇട്ടിട്ട് അങ്ങനെ സാരി ഞൊറിയും പോലെ ഞൊറിയും. നിങ്ങളുടെ ഏതാണോ ഷേപ്പ് ആവുന്നത് ആ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. കാണിച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ട് കണ്ടോ ഗൈസ്. റീനു ഉണ്ടാക്കിയിട്ട് ഒന്ന് റീനുവിൻ്റെ മാക്കും. ഇതൊക്കെ ഞാൻ അങ്ങനെ ആക്കാനാണ് കേട്ടോ സംഭവം. അപ്പൊ നമ്മളെ മോമോസ് റെഡിയാണ് ഗൈസ്. അയ്യടാ കണ്ടോ ഗൈസ്, ഇടിപൊളിയല്ലേ? അല്ല എവിടെ റീനുവിൻ്റെത് എന്ന് പറയാൻ പറ്റുമോ? റീനു ഉണ്ടാക്കിയത് ഏതെന്ന് പറയാമോ?
ഇത് ദിസ് വൺ. നമുക്കിത് വേവിക്കാൻ വെക്കട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത്താഴത്തിനുള്ള ചോറയിക്കണം. ചിക്കൻ ഇതെന്താ പറയുന്നു? ഇത് തിളച്ചല്ലോ. ഇതെന്താണ്? കുറുമ, ചിക്കൻ കുറുമ. ക്യാരറ്റാണ് ജ്യൂസ്. അതിപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നതാണ്. നമ്മൾ ഇതിലാണ് കേട്ടോ വേവിക്കുന്നത്. നമ്മൾ ഓരോ ഉണ്ടകളായിട്ട് ചുരുളി വെക്കാം. കുറച്ച് എണ്ണ ആക്കലേ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പോകും. മീനെ എടുക്കാൻ വെക്കുമ്പോഴേ ഇതിലൊരു എണ്ണ വരണം. കുറച്ച് വേഗം കിട്ടും. ഇതിൽ കണ്ണാക്കി അല്ലേ ഇതിനടി വെച്ചോ. ഫുള്ള് സെറ്റ് ആയിക്കണം. എത്ര ബാക്കിയാണ്? ഏതായാലും ഒരു മണിക്കൂർ 3/4 മണിക്കൂർ വേവട്ടെ കേട്ടോ. നമ്മൾ വെള്ളം തളിച്ചിരിക്കണം. ഇങ്ങനത്തെ ഇഡ്ഡലി ചെമ്പാകുമ്പോൾ അടിയത്തെ തട്ടിൽ വെക്കാതിരിക്കുന്നത് ബെറ്റർ. കാരണം അടിയിൽ വെള്ളം തോറും. ഇതിന് മൂടി എന്തേമ്മ? ഇത് മൂടി വെക്കാം. 1/2 മണിക്കൂർ ഇരിക്കട്ടെ. 3/4 മണിക്കൂർ ഇരിക്കട്ടെ. നമുക്ക് ജ്യൂസൊക്കെ അടിക്കട്ടെ. ഫ്രൂട്ട്സ് അറിയണമെന്നില്ല കേട്ടോ. ആകെ 2 ഉള്ളൂ ഉള്ളത്. ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചട്ടി പത്തിരി ജ്യൂസ് പൊങ്ങമ്പള്ളം വന്ന പോലെയുണ്ടല്ലോ. ക്യാരറ്റ് ജ്യൂസ് ആയിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസ് വേവിക്കാതെ ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ അടിച്ചാൽ മതി. ക്യാരറ്റ് പച്ചക്ക് കഴിക്കണല്ലേ. അപ്പോൾ അതങ്ങനെ വേവിക്കൊന്നും വേണ്ട. അപ്പം അങ്ങനെ അടിച്ചിരിക്കണം. നമ്മളെ കറി വേവണുള്ളൂ. വെന്തറിനും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാനാണ്. ഇതിലെന്താണ് പത്തിരി. കൈപ്പങ്ങയും പയറുണ്ട് അത്താഴത്തിനാട്ടോ. ഉപ്പേരി മസ്റ്റാണ് ഇവിടെ. നോമ്പാണെങ്കിലും അല്ല. കുക്കുംബർ ഇതിക്ക് വെക്കാനല്ലേ. ഇത് മേശമോട്ടെ ചലോ. കണ്ടോ ഗൈസ്, കണ്ടോ? ഉള്ളത് കൊണ്ട് പോകണം പോലെ. പക്ഷെ അമ്മാമുണ്ട് കട്ട് ചെയ്യണോ? വേണ്ടല്ലേ, ഇത് കഴിക്കൂലാരും. എല്ലാം കൊണ്ടുവന്നാൽ കെട്ടട്ടെ. മേശമ നിലത്താണ് ഇരിക്കട്ടോ. ആവിനാണ് മേശമ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നിലത്തായിരിക്കില്ല. അതാണ് സ്റ്റീൽ പ്ലേറ്റൊക്കെ എടുത്തുള്ളത്. ഞങ്ങൾ പുട്ടാണ് പ്ലേറ്റൊക്കെ എടുക്കും. നോക്കാം എന്ത് മറിച്ച് കുഴപ്പമൊന്നുമില്ല. മധുരം ഉണ്ടാക്കാറ് അത്ര മതി. ചെറിയ മധുരം മതി. നല്ല മധുരം വേണ്ട. ഇത് മതി ജ്യൂസ്. കുറച്ചും കൂടെ നോക്കിക്കോ. ഇതിൻ്റെ ഉള്ളും ചോപ്പ് തന്നെയാണ്, അതിൻ്റെ ഉള്ളും ചോപ്പ് തന്നെയാണ്. ആണ്ടല്ലോ അത് മതി. നാളെ എടുക്കാം. ഫുള്ള് മഞ്ഞാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ മുറിച്ചിട്ടത് ഏതാണെന്ന് അറിയാം. ഇതില്ലാത്ത എണ്ണ മാറ്റുന്നുണ്ടാവില്ല. എൻ്റെ എന്തൊക്കെ ഫ്രിഡ്ജിലൊക്കെ അറിയാം. മൈദപ്പൊടി, കടലമാവ്, ഗോതമ്പ്, ഇതൊക്കെ എൻ്റെ ഫ്രിഡ്ജിലൊക്കെ. അച്ചാറ്, ലേഹ്യം, ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ ലേഹ്യം, അത് കടലമാവ്, ഇത് ഡാൽഡ, ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതാ നോക്ക് ഗോതമ്പ്. ചിക്കൻ മോമോസ് റെഡി. അടിപൊളി അല്ലേ മമ്മ? അല്ലേ? കുടിയാടില്ല. പല്ലുണ്ടെന്നാ എന്താ വർത്താനം? എന്തെങ്കിലും കാട്ടി തന്നു ഞാന്. എൻ്റെ കുറുമ അടിപൊളി. കാണാൻ രസമാണ്. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു. ഇതിലൊരു കളർ ഇട്ടല്ലേ വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും കാണാൻ അടിപൊളിയാണ് കേട്ടോ. കഞ്ഞിന്റെ അടി കൂടെ ഇതാക്കല്ലേ.
എൻ്റെ അമ്മച്ചി ചെമ്പട തിന്നാട്ടോ, ചെമ്പ് ബിരിയാണി ചെമ്പ്. ചുച്ചു കൊഞ്ച കൊടുത്ത കുടിച്ചു തരാം. അത് പോകും. ഞാൻ അറിയണ്ട് തരമ്മ ചിന്തണി തന്നിക്കിടുന്ന ചീഞ്ഞുള്ളിന്റെ ചോയ ഞാൻ മറ്റേ രസമുണ്ടല്ലേ അപ്പൊ രസല്ലേപ്പാ? നല്ല ഇപ്പൊ പറഞ്ഞത് ഉള്ളിൽ ചായണ്ട് കണ്ട് അതല്ലേപ്പാ? അലക്കുവായി നല്ല മിസ്റ്റേക്ക്. എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലപ്പാ? ഒന്നോട്ട് കുട്ടിക്കോട്ടാ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഇനി ഉണ്ട് അവിടെ വേവാനുണ്ട് ഒരു 5-6 പാടി. പക്ഷെ നല്ല ഇഷ്ടമായിരിക്കണം പോലെ അങ്ങനെ തിന്നിട്ടുണ്ട്. നല്ലൊരു ഇതിലുണ്ടാക്കിയതായിരുന്നു, നല്ലൊരു പ്രതീക്ഷയിൽ നന്നാവും എന്നുള്ളതിൽ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കല്ലോ കേട്ടോ. ഉമ്മയും ഇപ്പയും എന്താ ഒപ്പം നിസ്കരിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്താ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതും ഞങ്ങൾ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ എടുത്ത് നിലത്ത് തന്നെ ഇട്ടിരിക്കുക. കുട്ടികളെ പേടിച്ചിട്ടാണ് നിലത്താണ്. ആദ്യം ഞങ്ങൾ നിലത്ത് എല്ലാവരും കൂടി ഇരിക്കല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തപ്പാണ്, എനിക്ക് എല്ലാ കഷ്ണമൊന്നും പറ്റൂല കേട്ടോ. ചിക്കനത്തെ എല്ലാ പീസൊന്നും എനിക്കിഷ്ടമല്ല. ഇവിടെ എല്ലാവരും അങ്ങനെ തപ്പി എടുക്കലുള്ളൂ. അപ്പോൾ എടുത്തിക്കണം. അപ്പോൾ ഞങ്ങൾ കഴിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.